ഹായ് നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മീൻകറി ചേർക്കുന്ന കുടംപുളിയെക്കുറിച്ചാണ്. കുടംപുളിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനല്ല, അത് ഉണക്കിയെടുക്കുന്ന ഒരു വിധം അത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ കുടംപുളി ഉണ്ടാകുന്ന മരം. അതിൽ നിന്ന് വീണ് കിട്ടിയ പുളിയാണിത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് പിളർന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമുക്കിതിനൊരു ചേരുണ്ടാകും. ആ ചേരിനകത്തിട്ട് നിരത്തിയിട്ടാണ് നമ്മൾ ഈ പച്ചിലകളും തൊണ്ട ചിരട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തീ കൊടുത്ത് പച്ചിലയൊക്കെ ഇട്ട് അങ്ങോട്ട് പുകച്ചിട്ട് എടുക്കുന്നതാണ് ഈ കാണുന്നത്. പുകച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഇങ്ങനെ ചേരലിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അതിങ്ങനെ തരം തിരിച്ചിടും. കുറച്ച് ഉണങ്ങിയത്, ഉണങ്ങാത്തത്, ഒന്ന് വാടി കിട്ടിയതെല്ലാം കൂടി തരം തിരിച്ചിട്ടാണ് ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്നതാണ് നമ്മളീ കാണുന്നത്. കണ്ടാവും, പുകയ്ക്കുന്നത് കണ്ടാവും. ഇങ്ങനെ പുകച്ചെടുത്തിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. അതായത് ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇത് കൂടുതലുണ്ടാകും. ഇത് കൂടുതലുണ്ടാകുന്ന ഈ പുളി കൂടുതലുണ്ടാകുന്നത് കുട്ടനാട് മേഖലകളിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത്. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇത് കൂടുതലായിട്ടുണ്ട് എങ്കിൽ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് കുട്ടനാടാണെന്നുള്ളതാണ്. ഇത് പുകച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. പുകച്ചെടുത്തിട്ട് ഇത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാകുന്നൊരു കായുണ്ട്. ധാരാളം മഴയുള്ളൊരു സമയമായതുകൊണ്ട് ഇത് വെയിലത്തിടാനായിട്ട് പറ്റില്ല. അഥവാ എങ്ങാനും കുറച്ച് വെയിൽ കിട്ടിയാൽ ഇത് വെയിലത്തിട്ട് നിരത്തി ഉണങ്ങാറുണ്ട്. ഉണങ്ങിയിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് ഉണങ്ങി കിട്ടിയതാണിത്. ഇതും ആയിട്ടില്ല. ശരിക്കും ഈ പുളിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇങ്ങനെയാണ് പുളി ഉണങ്ങിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുടംപുളി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മീൻകറി മാത്രമല്ല, മുളക് ചുട്ടരച്ചിട്ട് അതിനകത്തോട്ടൊരു പുളിക്കഷ്ണമൊക്കെ ഒന്ന് ചുട്ടരച്ചൊരു ചമ്മന്തി. ആഹാ, എന്താണ് രസം. അതുപോലെ തന്നെ ഈ പച്ചപ്പുളി വെച്ചിട്ടുണ്ടല്ലോ, പച്ചപ്പുളി വെച്ച് നമ്മൾ മോരുകറി ഉണ്ടാക്കും. അതും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇത് തേങ്ങ വെച്ചിട്ട് ഈ കുടംപുളിയും കൂടെ ചേർത്തിട്ട് ചമ്മന്തി അരച്ചാൽ അതും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാനും നല്ലതാണ്.